നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ അവഹേളിച്ച കോൺഗ്രസ് എം പി, പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി എം പിയാണ് ധീര ജവാന്മാരുടെ വീരമൃത്യുവിനെ അവഹേളിച്ച് രംഗത്തു വന്നത്. പുൽവാമയിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്ന് ചോദിച്ചു എം പി. പുൽവാമ സർക്കാരിൻ്റെ സ്പോൺസേഡ് ആക്രമണമായിരുന്നു. പുൽവാമയിൽ 42 ധീര ജവാന്മാരെ ബലി കൊടുത്താണ് BJP അധികാരത്തിലെത്തിയതെന്ന ഗുരുതരമായ ആരോപണമാണ് ആന്റോ ആന്റണി എം പി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വന്നിരിക്കുന്നു. ആന്റോ ആന്റണി എം പിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണം സർക്കാർ സൃഷ്ടിയാണെന്നും പുൽവാമയിൽ പാകിസ്ഥാന് പങ്കില്ലെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ വിവാദ പരാമർശം. ഈ പ്രസ്താവന പിൻവലിച്ച ആന്റോ ആന്റണി എം പി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ആന്റോ ആന്റണി എം പിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. നാടിന്റെ അതിർത്തി കാക്കാൻ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ രാജ്യത്തെയുമാണ് ആന്റോ ആന്റണി എം പി അപമാനിച്ചിരിക്കുന്നത്. ഭീകരവാദികളുടെ കയ്യടി നേടാനും 4 വോട്ടിന് വേണ്ടിയും ഈ നാടിനെ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ആന്റോ ആന്റണി പ്രസ്താവന പിൻവലിച്ച് സൈന്യത്തോടും ധീര ജവാന്മാരുടെ കുടുംബത്തോടും രാജ്യത്തോടും മാപ്പ് പറയണം. കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു. ധീര ജവാന്മാരെ അവഹേളിച്ച ആന്റോ ആന്റണിയെ പത്തനംതിട്ടയിലെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. വളരെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ എം പിയായ ആന്റോ ആന്റണി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന് ആന്റോ ആന്റണിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് BJP നേതൃത്വം. ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്ന് വിശദീകരിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഏറ്റവും ഗുരുതരമായ നിന്ദിക്കേണ്ട പ്രസ്താവനയാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. വിഷയങ്ങൾ എത്രത്തോളം ഗൗരവത്തിലേക്ക് പോകുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാമോ അങ്ങനെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി എം പിയുടെ വായിൽ നിന്ന് വന്നത്. ധീര ജവാന്മാർ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നതിനിടയിൽ പാകിസ്ഥാന്റെ ഹീനമായ ആക്രമണത്തിൽ, തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീര ജവാന്മാരുടെ വീരമൃത്യുവിനെ അവഹേളിക്കുന്നു ഒരു നേതാവ്. ആ നേതാവിന് എന്താണ് മാനസികാവസ്ഥയെന്ന് ചോദിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം രാജ്യത്തോട് കൂറുള്ള, രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ അനുശാസിക്കുന്ന, രാജ്യത്തിലെ ജവാന്മാരോട് സ്നേഹമുള്ള ഒരു നേതാവിന് ഈ വാക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഈ രാജ്യവിരുദ്ധ പ്രസ്താവനയിലൂടെ രാജ്യത്തെ വെറുക്കുന്ന, രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങളുടെ പിന്തുണ, ആ പിന്തുണയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം 4 വോട്ടിന് വേണ്ടി ആരെയും തള്ളിപ്പറയും. 4 വോട്ടിന് വേണ്ടിയും 4 സീറ്റിന് വേണ്ടിയും സ്വന്തം രാജ്യത്തെ പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത ആളുകളായി രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നു. ആന്റോ ആന്റണിയുടെ പ്രസ്താവനയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത്? രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് മാത്രം ആരും ഒന്നും വ്യക്തമാക്കുന്നില്ല. എന്തായാലും പത്തനംതിട്ടയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന് BJP വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്ത് കോൺഗ്രസ് പരാജയം മണത്തുകൊണ്ട് പല ജൽപ്പനങ്ങളും നടത്തുകയാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടയിൽ വലിയ പ്രഖ്യാപനങ്ങളും വമ്പൻ വാഗ്ദാനങ്ങളുമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അധികാരത്തിലെത്തിയാൽ അങ്ങനെ ചെയ്യും, അധികാരത്തിലെത്തിയാൽ ഇങ്ങനെ ചെയ്യും, അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വലിയ പദ്ധതികൾ നടപ്പാക്കും. പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ്. പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ചപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന് പറയുന്നു. അതും ചെയ്യുന്നത് എന്താണ്? അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കും 100 രൂപ. അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരുടെ ശമ്പളം വർദ്ധിപ്പിക്കും. അങ്ങനെ ഉള്ള പ്രഖ്യാപനങ്ങൾ. ഇവിടെ രാജ്യം ലോകത്തിൻ്റെ മുകളിൽ കുതിക്കാൻ ഒരുങ്ങുകയാണ്. ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് ഭാരതം.
ഇന്ത്യ എല്ലാ മേഖലകളിലും കുതിച്ചു പായുകയാണ്. ബഹിരാകാശ കേന്ദ്രമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് രാജ്യം. അങ്ങനെ ലോകത്തിന് മുകളിലേക്ക് പറക്കാനൊരുങ്ങുന്ന രാജ്യത്തെ ഒരു പ്രതിപക്ഷമാണ് കേവലം 100 രൂപയുടെ ശമ്പള വർധനവും റേഷൻ കാർഡിന്റെ കാര്യവും പറഞ്ഞ് വോട്ട് പിടിക്കാനൊരുങ്ങുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ വീടുകളിലും കക്കൂസ് എന്ന ആ ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അയ്യോ ടോയ്ലറ്റ് സൗകര്യം കക്കൂസ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് രാജ്യത്തെ പ്രതിപക്ഷം. ഇന്ന് ഉത്തരേന്ത്യയിലടക്കമുള്ള കുടുംബങ്ങൾ സന്തോഷത്തിലാണ്. അവർക്ക് മലമൂത്ര വിസർജനത്തിന് രാത്രിയാകുന്നവരെ ഇരുട്ടാവുന്നവരെ കാത്തിരിക്കേണ്ടി വരുന്നില്ല. അവർക്ക് സ്വന്തമായി ടോയ്ലറ്റ് സൗകര്യം അവരുടെ വീടുകളിലുണ്ട്. ഇങ്ങനെ ഓരോ പദ്ധതികളിലും കൃത്യമായ ഓരോ പദ്ധതികളുടെ പേരിലും രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്ത പാർട്ടി ഏറ്റവും ഒടുവിലായി റേഷൻ കാർഡിന്റെ പേരിലും 100 രൂപയുടെ ശമ്പള വർധനയുടെ പേരിലും വോട്ട് പിടിക്കേണ്ടി വരുന്ന ഗതികളിലെത്തിയിരിക്കുന്നു. മറുഭാഗത്താകട്ടെ അധികാരത്തിന് വേണ്ടി ആരോടും ചേരാനും ആരെയും പ്രീണിപ്പിക്കാനും സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയാനും വരെ തയ്യാറായിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നാണ് കോൺഗ്രസിന്റെ എംപിയുടെ കണ്ടെത്തൽ. പിന്നെ ആരാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ? ലോകരാജ്യങ്ങൾ തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയതാണ് പുൽവാമ വിഷയത്തിൽ. ഇന്ത്യ തിരിച്ചടിച്ചതാണ് പുൽവാമയിൽ. ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ധീര ജവാന്മാരുടെ മരണത്തിന് വീരമൃത്യുവിന് രാജ്യം പകരം ചോദിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുടെ സൈന്യം കടന്നു കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ലേ പാകിസ്ഥാനിൽ? അത്തരത്തിൽ ഇന്ത്യയുടെ ദേശീയതയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ജവാന്മാരുടെ വീരമൃത്യുവിനെ അംഗീകരിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുന്ന ഒരു നേതാവ്, ആ നേതാവിനെ ഉൾക്കൊള്ളുന്നൊരു പാർട്ടി, ആ പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഈ വിഷയത്തിൽ കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ളവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. കാരണം കേരളത്തിലെ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ആ കേരളത്തിൽ നിന്നുള്ള ഒരു എം പിയുടെ നിലപാടാണോ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് രാഹുൽ ഗാന്ധിക്ക് തുറന്നു പറയേണ്ടി വരും. രാജ്യത്തെ ജവാന്മാരുടെ വീര ചരമത്തെ തള്ളിപ്പറയുകയാണ്. എങ്ങനെയാണ് ഒരു നേതാവിന് ഇത് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും പറയാൻ, എന്ത് പുലഭ്യവും പുലമ്പാൻ മടിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ.